നമസ്കാരം. SDPI ഇപ്പോൾ നേമത്ത് LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരസ്യമായി തന്നെ അവർ SDPI നേമത്ത് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. നേമം നിയോജക മണ്ഡലത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്കറിയാം. BJP 2016 വിജയിച്ച ഒരു നിയമസഭാ മണ്ഡലമാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിജയിക്കാനാണ്. ഒരു തവണ BJP വിജയിച്ചു എന്നതിൻ്റെ പേരിൽ നേമത്തെ എന്തോ ഒരു വലിയ കാര്യമാക്കി ഉയർത്തുകയും അവിടെ വലിയ രാഷ്ട്രീയ പരീക്ഷണങ്ങളും സോഷ്യൽ എഞ്ചിനീയറിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി പല മുന്നണികളും ഉരുമ്പിട്ടിറങ്ങുന്നതിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അവിടെ പരാജയപ്പെടുന്നത്. എന്തായാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യും. ഇത്തവണ അവിടെ BJP കളം തിരിച്ചു പിടിച്ചിരിക്കുന്നു. അവിടെ ഒരു വിജയസാധ്യതയുണ്ട് എന്ന് പരക്കെ അഭിപ്രായമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം അങ്ങനെ പറയാനുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം, ഏതാണ്ട് 22,000-ഓളം ഭൂരിപക്ഷം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അന്ന് ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ നേടിയിരുന്നു. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഒരു മേൽക്കോയ്മ നിലനിർത്തുകയും അവിടെ ഒന്നാം സ്ഥാനത്ത് വരികയും ലീഡ് നിലനിർത്താനും ഒക്കെ BJPക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP അവിടെ വിജയിക്കും എന്നൊരു ധാരണ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ SDPI ചാടിക്കേറി, അതായത് ഈ LDFും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. കോൺഗ്രസ് ആ മണ്ഡലത്തിൽ അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് LDFന് പിന്തുണ കൊടുക്കുമെന്ന് SDPI പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആ പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പിന്തുണ ശിവൻകുട്ടിക്ക് ലഭിച്ചിരുന്നു. ഈ പിന്തുണ ലഭിച്ചു എന്ന് പറയുമ്പോൾ SDPIയുടെ പിന്തുണ ലഭിച്ചു. SDPI നേമത്ത് മാത്രമല്ല എല്ലാ ഇടങ്ങളിലും LDFന് പിന്തുണ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നൊരു സൂചനയുമുണ്ട്. അതിന് SDPI ചില മാനദണ്ഡങ്ങൾ, ചില നിർദ്ദേശങ്ങളൊക്കെ CPIM-നും അതുപോലെ തന്നെ LDFനും നൽകിയിട്ടുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് പരസ്യമായ പ്രഖ്യാപനം ഉണ്ടാകണം. രഹസ്യമായ ബാന്ധവം പോരാ. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുന്നതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന LDFന് പരസ്യമായി SDPIയുമായി പിന്തുണയുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ വലിയ പ്രശ്നമായിരിക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ അവർ രഹസ്യമായ പിന്തുണ പോരാ, സീറ്റൊന്നും വേണ്ട, പക്ഷെ പരസ്യമായി പിന്തുണ അല്ലെങ്കിൽ പരസ്യമായിട്ട് ഈ പരസ്പര സഹകരണം പ്രഖ്യാപിക്കണം. മാത്രമല്ല വേദി പങ്കിടുകയും വേണം. LDFൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലൊക്കെ SDPIയുടെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുകയും വേണം. കാരണം തമിഴ്നാട്ടിൽ DMKയുമായിട്ടൊക്കെ അവർ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു നിബന്ധനയൊക്കെ വെച്ചുകൊണ്ട് LDFുമായി സഹകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും നേമത്ത് ഞങ്ങളുടെ വോട്ട് അത് ശിവൻകുട്ടിക്കാണ്, LDFനാണ് എന്ന് കൃത്യമായി ഇന്ന് പരസ്യമായി SDPI പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും കാലാകാലങ്ങളായി മുന്നണി രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണ കൊടുക്കലും വാങ്ങുകലും ഒക്കെ സാധാരണമാണ്. പക്ഷേ ഇവിടെ എന്താണ് അസാധാരണമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ SDPI LDFന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ കേവലം ഒരു രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിക്കൽ മാത്രമല്ല അത് എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണം SDPI ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അതുമാത്രമല്ല, SDPI ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് മാത്രം നമുക്ക് പറഞ്ഞുകൂടാ. അത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. കാരണം SDPI എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ മാനത്ത് നിന്ന് പൊട്ടിമുളച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. മറിച്ച് ഇവിടെ കേരളത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിക മത തീവ്രവാദ സംഘടന, ആ സംഘടന ഇപ്പോൾ നിരോധിത സംഘടനയാണ്. ആ നിരോധിക്കപ്പെട്ട സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗമാണ് SDPI. അതായത് പോപ്പുലർ ഫ്രണ്ട് ഒരു സംഘടന എന്ന രീതിയിൽ ചെയ്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അതേപടി ആവർത്തിക്കാതെ ഈ തെരഞ്ഞെടുപ്പുകളിലും മറ്റും മത്സരിക്കുക എന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമായി മാത്രം മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടെ നിരോധിക്കപ്പെടാത്തത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സംഘടനകൾക്കുമെല്ലാം വ്യക്തമായി രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ പങ്കുണ്ട്. ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളെ റിക്രൂട്ട് ചെയ്യുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർ ഫണ്ട് പിരിക്കുന്നു. മാത്രമല്ല അന്യമതസ്ഥരെ ഭീഷണിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊലപാതകങ്ങൾ നടത്തി. മാത്രമല്ല ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായാൽ ആരെയൊക്കെ കൊല്ലണം, എപ്പോഴൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞ് ലിസ്റ്റിട്ട് കൊല്ലേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി അതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഇത് നമ്മൾ വളരെ വിശദമായി കേരള സമൂഹം അറിയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് കൂടിയാണ്. അതുവരെ പോപ്പുലർ ഫ്രണ്ടിനോട് ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം രാഷ്ട്രീയമായി പിന്തുണ തേടുകയും നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇടതു വലത് മുന്നണികളാണ് ഇവിടെയുള്ളത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ തെളിവുകൾ സഹിതമാണ് നിരോധിച്ചത്. അതിന് തൊട്ടു മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രങ്ങളിലെല്ലാം ദേശീയ അന്വേഷണ ഏജൻസികൾ കയറി നിരങ്ങിയതും തെളിവുകൾ ശേഖരിച്ചതും എല്ലാം അറിയാം. പക്ഷേ ഇങ്ങനെ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ വലിയൊരു വിഭാഗം നേതാക്കൾ ഇന്ന് ജയിലറകളിലാണ്.
അവർ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവരാണ്, കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനാ സംവിധാനത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ടാം നിര മൂന്നാം നിര നേതാക്കന്മാരാരും തന്നെ നിയമത്തിൻ്റെ പിടിയിലായിട്ടില്ല. അവരെല്ലാം സസൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയാണ് എന്നത് ശരി തന്നെയാണ്. പക്ഷേ നിയമത്തിൻ്റെ പിടിയിലായിട്ടില്ല. ഇവരെല്ലാം ഇന്ന് പ്രവർത്തിക്കുന്നത് SDPIയുടെ കുടക്കീഴിലാണ്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് SDPI തെരഞ്ഞെടുപ്പ് ഫണ്ട് തീവ്രവാദ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചു എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു ദേശീയ വിരുദ്ധ അല്ലെങ്കിൽ ദേശവിരുദ്ധ നിയമവിരുദ്ധ സംഘടനയുമായിട്ടാണ്, നിയമവിരുദ്ധ സംഘടനയാണ് SDPI എന്ന് ഇപ്പോൾ തർപ്പിച്ച് പറയാൻ കഴിയില്ല. പോപ്പുലർ ഫ്രണ്ട് എന്തായാലും അതുതന്നെയാണ്. പക്ഷേ SDPIക്ക് ഇപ്പോൾ അതിനെതിരെ നടപടിയൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് തർപ്പിച്ച് പറയാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ 100% സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന സംഘടന തന്നെയാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണ് LDF നേമത്ത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കൂട്ടുകൂടാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, SDPI ഈ അടുത്ത കാലത്ത് അക്രമാസക്തത പ്രകടിപ്പിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം അക്രമങ്ങൾ നടത്തുക എന്ന ഒരു ദൗത്യം അത് SDPI ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്ടടക്കം വലിയ കലാപം ഈ SDPI ഉണ്ടാക്കിയത്. ആ കലാപത്തിന് ഇരയായത് BJPക്കാരല്ല, മറിച്ച് CPMകാരാണ്. നെടുമങ്ങാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാം CPM നേതാക്കൾ, പ്രാദേശിക നേതാക്കളും അണിയറ പ്രവർത്തകരുമെല്ലാം, സജീവ പ്രവർത്തകരും വരെ SDPIയുടെ ഭീകരവാദികളുടെ കയ്യിൽ നിന്നും വലിയ രീതിയിൽ അടി ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ല, SDPIയുടെ ഒരു ആംബുലൻസ് തകർക്കപ്പെട്ടതിൻ്റെ പേരിൽ നിമിഷങ്ങൾക്കുള്ളിൽ DYFIയുടെ മറ്റൊരു ആംബുലൻസ് കത്തിച്ച് കളയുകയാണ് SDPI ഭീകരന്മാർ ചെയ്തത്. ഇത് ഭീകരപ്രവർത്തനത്തിന് സമാനമായ കാര്യമാണ്. ഇതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് എന്ന് കേരള പോലീസിലെ ഉന്നതരടക്കം സമ്മതിക്കുന്ന കാര്യവുമാണ്. ഇങ്ങനെയുള്ള ഒരു സംഘടനയ്ക്കെതിരെയായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന കേവല ലക്ഷ്യത്തിന് വെച്ച് മാത്രം കൊണ്ട് രാഷ്ട്രീയമായി തോളിൽ കൈയിടാൻ പോകുന്നത് CPM എന്നതാണ്. നേമത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നഗര കേന്ദ്രീകൃതമായ വോട്ടർമാരാണ്. നഗരസഭയിലെ 22 23 വാർഡുകൾ ചേർന്നതാണ് ഈ നേമം നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ SDPIയുടെ ഈ ഒരു പിന്തുണ പ്രഖ്യാപനം BJPയെ തെല്ലൊന്നും അലോസരപ്പെടുത്തുന്നില്ല എന്നാണ് നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. SDPI BJP നേമത്ത് ശക്തമായി തുടങ്ങിയ ദിവസം മുതൽ തന്നെ ആരാണോ BJPയുടെ എതിരാളി അവർക്ക് പിന്തുണ കൊടുക്കുന്ന പതിവ് അവർക്കുണ്ട്. അവർ കഴിഞ്ഞ തവണ കൊടുത്തത് നമ്മുടെ ശിവൻകുട്ടിക്ക് തന്നെയാണ്. അത് പിന്നീട് അവർ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, അതിനുശേഷം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചിരുന്നു. ആ സമയത്തും ശശി തരൂരിനാണ് ഈ SDPIയുടെ വോട്ടുകൾ പോയത്. പക്ഷേ നേമത്ത് അതിന് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ SDPIയുടെ വോട്ടുകൾ ശശി തരൂരിന് പോയിട്ടും നേമത്ത് 22,000-ഓളം ഭൂരിപക്ഷം നിലനിർത്താൻ സാധിച്ചു. ഭൂരിപക്ഷം അതുപോലെ തന്നെ മുന്നേറ്റം 1-ാം സ്ഥാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ BJPക്ക് സാധിച്ചിരുന്നു. അന്നും അവിടെ SDPI ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രോസ് വോട്ടിങ്ങോ SDPIയുടെ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ കൺസോളിഡേഷനോ ഒന്നും തന്നെ നേമത്തെ അവരുടെ പ്രകടനത്തെ ബാധിക്കില്ല എന്നാണ് BJP ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്തായാലും അവകാശവാദങ്ങളും അതുപോലെ തന്നെ പിന്തുണ പ്രഖ്യാപനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ വഴിവിട്ട ബന്ധങ്ങൾ കാരണം നാടിനുണ്ടാകുന്ന ദോഷം എന്തായിരിക്കുമെന്ന് SDPIയും പോപ്പുലർ ഫ്രണ്ട് എന്താണെന്നും എന്താണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും സമീപകാലത്ത് തലസ്ഥാനത്ത് നടന്ന കലാപങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നും ഈ അടുത്ത കാലത്ത് ആയുധങ്ങളടക്കം ബാലരാമപുരത്ത് നിന്നും കഴിഞ്ഞ ദിവസം ചാക്ക് കണക്കിന് ആയുധങ്ങളാണ് പിടികൂടിയത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ SDPI ആണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ LDFന് പിന്തുണ വേണ്ട, ഇത്തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ കഴിയാത്തത് സംസ്ഥാനത്ത് മന്ത്രിയായിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നേമത്തെ വോട്ടർമാർ ചിന്തിക്കേണ്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.